ഇങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത്. നേരെ ഇരിയടാ. എന്റെ അമ്മയാ നിന്റെ അമ്മയാ? സല്യൂട്ട് അടിക്കാതെ ഞാൻ എന്തൊരു പൊടിയിടാ ഇവിടേക്ക്. തൂത്തിട്ടൂടെ? പിന്നെ പോലീസ് സ്റ്റേഷൻ പിന്നെ അങ്ങനെ ഒരു മിനിറ്റ് സാറേ, നമ്മളെ മോശന കേസിലെ പരാതിക്കാരി വന്നിട്ടുണ്ട്. പുതിയ ജോലിക്കാരി എടുത്തു. ഒരുത്തനൊന്നും ചെയ്യാൻ വയ്യാവോ? വല്ലതും പറയുമ്പോഴത്തേക്ക് ഒരു മിനിറ്റ് എന്തോരം ഫോണിൽ കളിച്ചോണ്ടിരിക്കുക. അമ്മ നിങ്ങളുടെ വീട്ടിൽ കയറിയ കള്ളന്മാരായി നിൽക്കുന്നത്. ആ നീ ചെയ്യൂടാ, എടാ ബോധമില്ലാത്തവനെ. ആ മീൻകറി ഇട്ട സ്പൂണാണോ എടുത്ത് പഞ്ചസാര? ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ കൈയിട്ടെടുത്താൽ സ്പൂൺ ഇടണ്ട. എടാ കൈയിട്ടെടുക്കൂടാ, കാല് കാണിച്ചേ കാല്. എടാ ഈ സ്വന്തം കാല് വെച്ച് ചെരുപ്പിടാതാണോ? സ്വർണ്ണ അലമാരിലല്ലേടാ ഇരിക്കുന്നത്. എന്തുണ്ടാക്കാനാടാ നീ അടുക്കളയിലോട്ട് കയറിയത്? ആ അതൊക്കെ പോട്ടെ. സിങ്കിൽ ആരാ തുപ്പിയത്? ഞാൻ അപ്പഴേ പറഞ്ഞു മുറുക്കാൻ ചോദിച്ചു സിങ്കി തുപ്പല്ലേ. അമ്മയുടെ നേരെ കൈ ഓങ്ങുന്നു. അമ്മയുടെ നേരെ കൈ ഓങ്ങൂടാ നീ. ഞാൻ നിങ്ങളെ മോനൊന്നുമല്ല. ഈ നിൽക്കുന്ന എന്റെ മോന്റെ കൂട്ടുകാരനാണല്ലോ. ഇവനടിച്ച ഇവ എന്നെ തിരിച്ചടിക്കുന്നില്ലല്ലോ. ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം, ഞാൻ പോലീസാണ്. അമ്മ തൊണ്ട് മുതലൊക്കെ നിങ്ങളാണോ നോക്ക് ഇപ്പോ. ലോകത്ത് എത്രയോ കളറുകളുണ്ട്. നീയൊക്കെ എപ്പോഴും ഈ കറുപ്പേ എടുക്കത്തുള്ള. അമ്മയെ കറുപ്പാകുമ്പോ ഗ്ലാസ് ലുക്കാണല്ലോ. ആ ഗ്ലാസ് ആരാ പൊട്ടിച്ചത്? അമ്മ എന്തൊക്കെ ചോദിക്കുന്ന? സ്വർണ്ണത്തിനാരും ചോദിക്കൂ. അടങ്ങിയില്ലാർക്ക. ആ മേളിയിരുന്ന ഗുഡയുടെ ബിസ്ക്കറ്റ് ആരാ തിന്നത്? നീയൊക്കെ കള്ളന്മാര് തന്നെയാണോടാ? കക്ക കയറിയാ തിന്നാൻ കയറിയ പൊക്കം കൂടുതൽ ഇവനാ എടുത്തു തിന്നത്. എടാ എലിവിഷം തിന്നാലും ചാവത്തില്ലേടാ നീയൊക്കെ. കൊലക്കുറ്റത്തിന് എഫ്ഐആർ എടുത്ത് സാറേ. എന്റെ പേന എല്ലാത്തിനും ഞാൻ വേണം പേന. എടാ നിന്റെ തൊപ്പി ആ കസേരയുടെ അടിയിലെങ്ങാണ്ട് കിടപ്പുണ്ട്. അമ്മാവേ അടയ്ക്കാമല്ലുയിരില്ലവേ. സാറേ ഇയാളെ പിടിച്ച് മാറ്റി ഈ അമ്മച്ചി പിടിച്ച് ജോലിക്ക് കേൾക്ക്. നല്ല ഓർമ്മ ശക്തി ഉണ്ട്. ഒരു മിനിറ്റ് സാർ. ആ കേസ് നമ്പർ പറ. എന്താ പറഞ്ഞാലും ഒരു മിനിറ്റ്. അമ്മച്ചിയുടെ സ്വർണവും പണവും എല്ലാം കിട്ടിയില്ലേ? എഫ്ഐആർ എഴുതിക്കോ. കേസ് കൊണ്ടെടുത്തോ അമ്മയുടെ പേര്. അതൊന്നുമല്ല എനിക്ക് വേണ്ടത്. പിന്നെ വീട്ടിനകത്ത് എന്ത് സുഖം, ഞാൻ ജോലിക്ക് കാര്യം പറ. അത് അച്ഛന് ഭയങ്കര ശ്വാസം വിട്ട് അങ്ങനെ മരുന്ന് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. പാവച്ചൻ മരുന്ന് മേടിച്ചാ? മരുന്ന് മേടിക്കാൻ ഇറങ്ങിയപ്പോഴും എന്തൊരു പഴയ കൂട്ടുകാരനെ കണ്ട. പിന്നെ ഞങ്ങള് നൈറ്റ് സ്റ്റേ അടിക്കാനുള്ള പ്ലാനൊക്കെ 2 കുപ്പിയൊക്കെ എടുത്തു. മരുന്ന് മേടിക്കാൻ പറ്റുന്ന പൈസക്കല്ലേ കുപ്പി എടുത്തത്. അച്ഛൻ അവിടെ വലിച്ചെറിച്ച് കിടക്കുക. പൈസ വേണം. ഇപ്പൊ എന്താ പ്രശ്നം? സോനെ, എനിക്ക് ജോലി ഇല്ലെന്ന് പറഞ്ഞ എപ്പോഴെങ്കിലും ഞാൻ പൈസക്ക് ബുദ്ധിമുട്ടിട്ടുണ്ടോ? ഇല്ല. എന്റെ ഗൂഗിൾ പേ എടുത്തപ്പോഴത്തേക്കും മനസ്സിലായി എന്റെ പാക്ക് തീർന്നു പോയി. റീചാർജ് ചെയ്യണം. അവരെന്താണ് ഇത്രയും വലിയ കഥ പറയുന്ന? ഇങ്ങനെ പൊലിപ്പിച്ച് പറഞ്ഞാലേ പറ്റത്തോളൂ. കഴിഞ്ഞ ദിവസം തന്നെ എന്റെ അച്ഛനെ നടന്നു പോകുന്ന വഴിക്ക് നടന്നു പോയപ്പോ ഞാൻ 500 രൂപ തരാം. അല്ല, നടന്നു പോയതേ ഉള്ളു. തിരിച്ച് തിരിച്ചു വരുന്നതിന് ഞാൻ 500 കൊടുക്കേണ്ടി വരും. നീ വായ നിറഞ്ഞ നാക്കാണോ നോട്ടിടുന്ന മെഷീനാണോ തിരിക്കുന്നത് നോക്കാനാ? എനിക്ക് ജോലി കിട്ടുന്നവരെ തന്നെ നോക്കിയാ പോരെ. അപ്പൊ ജീവിതകാലം മുഴുവൻ ഞാൻ തന്നെ നോക്കേണ്ടി വരും. ATM കാർഡ് അങ്ങ് തരട്ടെ സോമന്. വേണ്ട, നിന്റെ സാലറി എന്റെ കാർഡിലോട്ട് ആക്കാൻ പറ്റുമോ? രാത്രി വിളിക്കാൻ വന്നോ മര്യാദക്ക്? ഇപ്പൊ രാത്രി പെട്ടെന്ന് ആവുന്നല്ലേ? വൈകിട്ട് 3 വരെ കടന്നുറങ്ങിട്ട് ഇപ്പൊ രാത്രി ആവുന്നെന്ന്. നിങ്ങളെ സീക്രട്ട് നിങ്ങളും നമ്മുടെ സീക്രട്ട് നമ്മളും പറയാം. ലേഡീസ് ഫസ്റ്റ്, നിങ്ങൾ പറ. അയ്യോ, ഞാൻ അങ്ങനെ അവളുടെ സീക്രറ്റ്സ് ഒന്നും പറയാറില്ല. ഇപ്പൊ തന്നെ എന്റെ ഡ്രസ്സിൽ അവൾ ഇട്ടേക്കുന്നത്. എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ആരടുത്തെങ്കിലും മറ്റേ വർത്തമാനം പറയരുത്. എന്തിന് ഞാനുള്ളതല്ലേ പറഞ്ഞ? എന്റെ ഡ്രസ്സൊന്നുമില്ല. എന്റെ ജെട്ടി ഞാൻ ഇട്ടിട്ടുണ്ട്. എന്റെ ജെട്ടി അവയിട്ടുണ്ട്. എന്തായാലും ഒന്നും പുറത്തു പോയിട്ടില്ലല്ലോ. ഞങ്ങളുടെ സീക്രട്ട് പറഞ്ഞു നിങ്ങളോ? ഈ സോഹൻ ഉണ്ടല്ലേ? സോഹനുണ്ട്. സോഹൻ കാണിച്ചു കൊടുക്കട്ടെ. സോഹനല്ല, ഈ ശ്യാമ്. ഞാൻ ഒരു ഹോട്ടലിലെ കഥ കാണിച്ചേരട്ടെ. ആരെന്ത് പറഞ്ഞാലും എല്ലാരും നാറും. ഇനി ഇവിടെ നിന്ന് നാണം കെടുത്തില്ലേ? നീ ഇവിടെ ഒരു രഹസ്യം പറഞ്ഞു, നീ ഇവിടെ നാണം കെടുത്തു. വെളുത്ത് ഗുളുഗുളാന്നിരിക്കുന്ന രഹസ്യം എന്താണെന്നറിയോ? മനസ്സ് നന്നായിരിക്കണം. ഫസ്റ്റ് ഒരു സീക്രട്ട് കൂടെ പറയാൻ. ഇതിനെ ഞങ്ങൾ എന്താ വിളിക്കുന്നറിയോ? പറയും. ഓക്കെ സ്നേഹ. അയ്യേ, നീ എന്തുവാടാ എന്നെ വിളിക്കുന്നത്? കുണ്ടാന്ന്. ഞാൻ നിന്നെ തിരിച്ചു വിളിക്കുന്നത് മണ്ടാന്ന്. എന്നെ എല്ലാരും തന്തയ്ക്ക് വിളിക്കാറ്.